അശാന്തത നിലനിർത്താം. എവിടെ? മിഡിൽ ഈസ്റ്റിൽ, അറബികൾക്കിടയിൽ. ഇതാണ് ഒരു ദുഷ്ടലാക്ക്. ഇതിൽ 100% കുറ്റക്കാർ അമേരിക്കയും ഇസ്രായേലുമാണ്. 100%. അവർ മാനവരാശിയെ ചതിച്ചത്, അല്ലാതെ ആരെ മാത്രമല്ല, ഇറാനെ മാത്രം. ഇറാൻ വിട്ടലിടൂ. മരിക്കാൻ നടക്കുന്ന ജനതയോട് എന്തൊരു വർത്താനം പറഞ്ഞു. ഷഹീദായി മരിച്ചാണ്, ഖവാരിജ് ഷഹീദാക്കി കൊന്നു. പിന്നുള്ളത് സീന ഹസനാണ്. ഹസനെ വിഷം കൊടുത്തൊന്നു ഷഹീദായി മരിച്ചു. പിന്നെ വെട്ടിക്കൊന്നു. ആര്? സീന ഹുസൈനെ. അങ്ങനെ പോരാണ്. ആ ഒന്നാമത്തെ ഇമാമിൻ്റെ പേര് തന്നെയാണല്ലോ അവസാനത്തെ ഇമാമിന്, അലി കംനായി. അപ്പോൾ അയാളും ഷഹീദായി മരിച്ചു. അപ്പോൾ ആ ജനതയ്ക്ക് പുതിയ ഏറ്റവും വലിയ കൊതി എന്താണ്? ഷഹീദ് മരിക്കുക. അപ്പോൾ ഷഹീദായി മരിക്കുന്ന അവർക്കൊരു ആഗ്രഹമാണ്. അപ്പം അത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ ട്രംപിൻ്റെ ആവശ്യം എന്താ? ട്രംപിൻ്റെ ആവശ്യം എന്താ? ട്രംപിനറിയാം എന്ത് ഇറാൻ അടിക്കൽ ആരെയായിരിക്കും? മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളെ. കാരണം അവരല്ലേ ഈ ശത്രുവിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇവർ മുഴുവൻ വീണ്ടും ആരിൽ നിർബന്ധിതരാവും? അമേരിക്കയിൽ. അതേ നാൾ കണ്ടത്. പക്ഷെ പ്രശ്നം രൂക്ഷാണ്. നിങ്ങൾ ചിന്തിക്കുക, ഇവരെ മുഴുവനും അടിച്ചു ഇറാൻ, തിരിച്ചൊരൊറ്റ അടി അടിച്ചില്ല. ഇപ്പം ഇന്നലെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി ഇസ്രായേൽ. യൂറോപ്യൻസുമായി വലിയ ബന്ധം യജൂജ് മജൂജുണ്ട് എന്ന് ബിഫോർ 15 years ഞാൻ പറഞ്ഞിട്ടുണ്ട്. 15 കൊല്ലം മുമ്പെങ്കിലും പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിന് വലിയ ബന്ധമുണ്ട്. എന്തിന്? ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ അത് കൃത്യമായി അവരെന്നെ സമ്മതിക്കുക. എന്ത്? ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഞങ്ങളെ ഫയൽ പുറത്തുവിടാൻ പോവുകയാണ്. അപ്പോൾ സാധാരണവൽക്കരിക്കുക. എന്തിന്? ഏലിയൻസിനെ സാധാരണവൽക്കരിച്ചാൽ ഒരു ഏലിയനെ കിട്ടങ്ങൾ ആഗ്രഹിക്കുക. ഇപ്പോൾ കുരങ്ങ് എന്ന് പറയുമ്പോൾ കുരങ്ങ് എന്ന് പറയുമ്പോഴത്തേന് ആരോ കുരങ്ങിനെ പറ്റി ഒരു കുരങ്ങ് ഇങ്ങനെയാണ് പെരിയുള്ള ചക്ക മാങ്ങ ഇതൊക്കെ നാശാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞാൽ അത് കേട്ടാൽ നിങ്ങൾക്കൊരു കുരങ്ങിനെ എന്നൊക്കെ അറിയുമ്പോൾ നിങ്ങളെ കുരങ്ങ് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് പേടിയാവും. അതേസമയം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ കുരങ്ങനെ വളർത്തും. ഓൽക്കൊക്കെ കുരങ്ങുമായി ബന്ധം. ഓലൊക്കെ കുരങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കലുണ്ട്. താമരശ്ശേരി ചേർത്ത് നിങ്ങൾക്കും താമരശ്ശേരത്ത് പോയാണ്ട് ബിസ്ക്കറ്റ് കൊടുക്കാൻ പൂണ്ടിയാവും. അത് സാധാരണവൽക്കരിക്കുക. ഈ ഏലിയൻസിനോട് സാധാരണവൽക്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ അവരെ ഒഴുക്ക് മീൻകുല്ലി ഹദബി അൻസിലൂൻ, അവരെല്ലാം ഉയർന്ന സ്ഥാനത്ത് അങ്ങോട്ട് ഒഴുകും അന്ത്യനാളിൽ. അപ്പോൾ നമ്മളാളുകൾ അവരെ കൂട്ടുകാരാവും. അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത് എന്തിനാണ്? ഒക്കെ വ്യക്തമായി പഠിക്കാൻ വേണ്ടിയാണ്. വ്യക്തമായി പഠിക്കാൻ. അപ്പോൾ അൽക്കഫിന് ആമുഖം തന്നെ തീർന്നിട്ടില്ല. ഇന്ന് അൽക്കഫ് അല്ല. ഇനി ഞാൻ ദീവാനെ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള സാഹചര്യങ്ങളെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാം. അതായത് ഞാൻ വളരെ നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞു, ഇറാനുമായി ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല. ഇറാനുമായി തൊട്ടടുത്ത രാജ്യത്തിൻ്റെ യുദ്ധമുണ്ടാകാം, അത് അവരുടെ അതിർത്തി പ്രശ്നമായിരിക്കും. അല്ലാതെ ഒരു ലോക യുദ്ധം ഇറാനുമായി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ വലിയ ദുരന്തങ്ങളുണ്ടാവും. കാരണം ഇറാൻ എന്നതുപോലെ തന്ത്രപ്രധാനമായ രാജ്യം മിഡിൽ ഈസ്റ്റിൽ വേറില്ല. ഇറാൻ വളരെ തന്ത്രപ്രധാനമായ രാജ്യമാണ്. അത് ആ രാജ്യത്തിൻ്റെ പ്രശംസയല്ല ഞാനീ പറയുന്നത്. ഓരോ വളകളുണ്ടല്ലോ, ഓരോന്ന് അല്ലാഹു തആല കൊടുക്കണ വളകൾ, ഓരോന്നിനൊരു വളരുണ്ടല്ലോ, അതിനതിൻ്റെ പ്രാധാന്യം ഉണ്ടാവും. ഇപ്പം അമേരിക്കയും ബ്രിട്ടനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ കഞ്ഞടി കൂടി മുട്ടൂല. ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായാലും കഞ്ഞൂടി മുട്ടൂല. ഇറാഖും ലബനാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ കഞ്ഞൂടി മുട്ടൂല. സൗദി അറേബ്യയും ഖത്തർ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ കഞ്ഞൂടി മുട്ടൂല. ചോറ് കഞ്ഞാവുന്നേ ഉള്ളൂ, കഞ്ഞന്നെ നിൽക്കൂല. UAE സൗദിയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മൾക്ക് ചോറ് എന്താവും? കഞ്ഞാവും, അതിൻ്റെ അപ്പുറം ഉണ്ടാവില്ല. അതേസമയത്ത് ഇറാനുമായി ലോകരാജ്യങ്ങൾക്കൊരു ഒരു യുദ്ധമുണ്ടായാൽ അത് ദുരന്തമായിരിക്കും. അത് ഏറ്റവും ബാധിക്കുന്ന നാട് ഇന്ത്യയാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്ന ഒരു നാഷൻ, ഒരു രാജ്യം ഉണ്ടെങ്കിൽ അതേതാ? ഇന്ത്യ. 140 ചില്ലാന കോടി ജനങ്ങൾ അവിടെ വസിക്കുന്നത്.
ഈ ജനങ്ങൾക്ക് ആവശ്യത്തിനില്ലാത്ത ചില സാധനങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കഞ്ഞൂടി മുട്ടും. അമേരിക്ക കഞ്ഞൂടി മുട്ടും. അമേരിക്ക ഈ പറഞ്ഞല്ല, അമേരിക്കയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായി അവർ കീഴ്പ്പെടുത്തണം. ഞാൻ ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പറയല്ല, എന്നാലും തൽക്കാലം പ്രശ്നം പരിഹരിച്ചു പോകും. ഇറാനെ പറ്റും. ഇറാനെ പെട്ടെന്ന് കീഴ്പ്പെടുത്തിയിട്ട് ഇറാനിൽ ഒരു അമേരിക്കൻ താല്പര്യം നടപ്പിലാക്കിയാൽ ധർമ്മങ്ങൾക്കൊക്കെ കുറച്ച് കുഴപ്പമുണ്ടാവും. പക്ഷെ കഞ്ഞി കൂടിയൊന്നും മുട്ടൂല. പെട്ടെന്ന് കീഴ്പ്പെടുത്തണം. ഈ യുദ്ധം നീണ്ടുപോകാൻ പാടില്ല. നരകത്തേക്ക് മഹേശ്വറിൽ നിന്ന് കൊണ്ടുപോകാൻ പഠിച്ചോൻ എന്നാണ് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. പറയും അങ്ങനെയല്ലേ മഹേശ്വരിൽ നിൽക്കുന്നവർ എന്ത് പറയും റബ്ബിനോട്, റബ്ബേ ഇവിടെ നിന്ന് കൊണ്ടോ, ഇതാവൂല, ഇത് സഹിക്കാൻ കഴിയൂല, അങ്ങനെ കേട്ടില്ലേ ആ ഘട്ടം. ഇപ്പം ഇറാൻ അമേരിക്ക പിടിച്ചെടുക്കുകയും അമേരിക്കൻ താല്പര്യമുള്ള ഒരു സർക്കാർ ഇറാനിൽ അധികാരവാഴ്ച നടത്തുകയും ചെയ്താൽ ഇസ്രായേൽ അതുകൊണ്ട് വളരുകയും അറബ് രാജ്യങ്ങൾക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാലും എന്തുണ്ടാവില്ല, കഞ്ഞുടി നോട്ടൂല. അത് പെട്ടെന്ന് നടക്കണം. അത് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വിത്തിൻ ഫ്യൂ ഹവേഴ്സ് പെട്ടെന്ന് നടക്കണം. മണിക്കൂറുകൾക്കുള്ളിലെങ്കിൽ ഇന്ത്യ നടക്കണം. യുദ്ധം നീണ്ടെടുക്കാൻ പാടില്ല. ഇറാനും ഇറാഖും തമ്മിൽ 10 യുദ്ധം നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ലോകത്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഞ്ഞുകൂടിയൊന്നും മുട്ടിയിട്ടില്ല. കാരണം ലോകത്തെ എക്കണോമിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് ഇതൊക്കെ. അതിൽ ഏറ്റവും തന്ത്രപ്രധാനം ഇറാനാണ്. ഇറാനുമായി യുദ്ധം ഉണ്ടായ കഞ്ഞുകൂടി മുട്ടും ഞാൻ വെറുതെ പറഞ്ഞല്ല. അത് വേറൊരു രാജ്യവുമായി ഞാൻ പറഞ്ഞിട്ടുമില്ല. ആ പറഞ്ഞത് ഏകദേശം 15 കൊല്ലോ 18 കൊല്ലോ ഒക്കെ പറഞ്ഞ വാക്കാം. എന്തുകൊണ്ട് ഇറാൻ അങ്ങനത്തെ ഒരു സ്ഥാനമുണ്ട്. അത് ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വളഴ കൊടുക്കും. അപ്പം അങ്ങ് വളയിലുള്ള ഒരു രാജ്യത്തിന് എന്തേ സംഭവിച്ച ഭയങ്കര പ്രശ്നം. ആ രാജ്യത്തിന് സംഭവിച്ച പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് ആ രാജ്യവുമായി ഫൈറ്റ് നിലനിന്ന പ്രശ്നമാണ്. എല്ലാത്തിനും പ്രശ്നമുണ്ടാവും. അമേരിക്ക പ്രശ്നമുണ്ടാവും. അമേരിക്ക ബുദ്ധി കുറഞ്ഞ ഒരു പ്രസിഡന്റാണ് ട്രംപ്. വരായികൾ നോക്കാത്ത ഒരാളാണ് അയാൾ എന്ന് അമേരിക്കയിൽ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ആവശ്യമില്ലാത്ത പണിയാണ്. ആവശ്യമില്ലാത്ത പ്രൊപ്പഗണ്ടകൾ പടച്ചുവിടുകയാണ്. ആ പ്രൊപ്പഗണ്ടകൾക്കനുസരിച്ച് ഒന്നും നടക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഇവർ അടിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. 970 അവസാനം മുതൽ അടിക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെ അടിക്കാൻ ഒരാളെ പാടില്ല. കൊല്ലാണെങ്കിൽ വേഗം കൊല്ലണം. 979 മുതൽ അമേരിക്കയും ബ്രിട്ടനും അടിക്കുന്ന രാജ്യമാണ് ഏത്? ഇറാന്. അത്തരം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇവിടെ വലിയൊരു കാലം കിട്ടി. അതായത് 40 ചില്ലാനം വർഷങ്ങളായി ഇറാൻ അടിക്കുന്നു. ഇതിനിടയിൽ ചെറിയ ചെറിയ അടി, ആ ഉപരോധം, ചെറിയ ചെറിയ അടികൾ, ഈ അടികൾ കൊണ്ട് ഇറാൻ സ്വയം പര്യാപ്തമായി. അങ്ങനെ അടിക്കാൻ വിടരുത്. കൊല്ലാണെങ്കിൽ കൊല്ലണം. മൂർഖം അവന് തല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തച്ചൊന്നു വേണം. അടിച്ചു വിടരുത്. അടിച്ചു വിട്ടു കഴിഞ്ഞാൽ നിന്റെ നാശമാണ്. മൂർഖം പാമ്പിനെ കൊല്ലാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം? ആ അടിക്ക കൊല്ല. മറ്റേ ശത്രുവിന് സ്വയം പര്യാപ്തതക്കും, മനസ്സിലായില്ല, കരുത്ത് നേടാനുള്ള അവസരം ഉണ്ടാക്കും. ഇറാൻ ഇന്നൊരു സ്വയം പര്യാപ്ത രാജ്യമാണ്. ഈ അവസ്ഥയിലേക്ക് ഈ അമേരിക്കൻ ഇറാനെത്തിച്ച് ശത്രുത കൊണ്ട് ഈ അടി ഇങ്ങനെ നിലനിർത്തിയതിൻ്റെ പിന്നിൽ അറബ് രാജ്യങ്ങളെ കൂടെ നിർത്തലായിരുന്നു അന്ന് US-ന്റെ ലക്ഷ്യം. അതവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇതിനിടയിൽ അറിയാത്ത നിശബ്ദമായൊരു കാര്യം ഉണ്ടായിപ്പോയി. അതെന്താ? ഇറാൻ എന്തായി? സ്വയം പര്യാപ്തമായി. അപ്പോൾ എത്ര കാലം ഇപ്പം ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കാണ് ഇറാന് ഇനി ആയുധമില്ല. ഇറാനിൽ മിസൈൽ കുടിൽ വ്യവസായമാണ്. അങ്ങനെ മിസൈൽ കുടിൽ വ്യവസായമായ രാജ്യം ലോകത്തില്ല. മിസൈലുണ്ട്, മനസ്സിലായില്ല. ഒരു കുടിൽ വ്യവസായം പോലെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്ത്? മിസൈൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ സഫറിങ്ങിനെ അവർക്ക് പഠിച്ചിട്ടുണ്ട്. എന്തിനെ അവർ നേരിടും.
പിന്നെ അവർ ഒറ്റപ്പെട്ടൊരു ജനതയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്കൊക്കെ അവരോട് ദേഷ്യമാണ്. അപ്പോൾ അവരൊരു പാഠം പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഞങ്ങളോട് ദേഷ്യമാണ്. അപ്പോൾ അവർക്ക് ഒരാളെ ഇഷ്ടം ഉണ്ടാവില്ല. നാലാണെങ്കിൽ അസ്സലാം വലൈക്കും എന്ത് കൈപ്പല്ലാരെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ മറ്റവനൊരു വൈരാഗ്യം ഉണ്ടാവും. കാരണം ആർക്കും അത് പണ്ടില്ല. ഈ അടുത്ത കാലത്ത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ മുഴുവൻ ശത്രുതാപരമായിട്ട് മാത്രമാണ് ആരെ കണ്ട്? ഇറാനെ കണ്ട്. അപ്പം ഇറാൻ ഇവരോടും ശത്രുത ഉണ്ട്. പിന്നെ ആ അറബ് രാജ്യങ്ങൾ ബേസ് കൊടുത്തിട്ട് നിലനിർത്തുന്ന വലിയ രാഷ്ട്രമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അറബ് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ആ അറബ് രാഷ്ട്രങ്ങളോട് ഒരു എന്താ പറയുക, ഒരു വൈരാഗ്യം എന്ന് പറയും പോലെ ഉണ്ട് ആർക്ക്? ഇറാന്. ആ കുലവൈരാഗ്യം പുറത്തു വരും. അതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ സ്വയം പര്യാപ്തരുമാണ്. പിന്നെ അവർ ചോറ് ഒഴിവാക്കി കഞ്ഞൂടി കുടിക്കാൻ അവർ പഠിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ സംഗതി, അവരിൽ ഷഹാദത്ത് താല്പര്യം കൂടുതലാണ്. അവർ യുവാക്കളാവുന്നതോട് ദുആ ചെയ്യുക, ഷഹീദായി മരിപ്പിക്കണമെന്നാണ്. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവർക്കുള്ളത്? അവരെ ഇമാമുകളൊക്കെ ഷഹീദായപ്പോൾ അവരെ ആദ്യത്തെ ഇമാം സയ്യിദന ഹുസൈനാണ്, അല്ലെങ്കിൽ സയ്യിദന അലിയാണ്. അലി ഷഹീദായി മരിച്ചാണ്. ഹസൻ ഷഹീദായി മരിച്ചാണ്. ഹുസൈൻ ഷഹീദായി മരിച്ച. അവസാനത്തെ ഇമാം അലി ഖംനായിയാണ്, അയാളും ഷഹീദായി മരിച്ചാണ്. അപ്പോൾ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം താല്പര്യവും എന്തിന് ഷഹീദായി മരിക്കാൻ? നമ്മുടെ നേതാവ് ബാഫക്ക് തങ്ങളാണ്. ബാഫക്ക് തങ്ങൾ നല്ല എനിക്ക് പിന്നെ ഖദീജാബിൻ്റെ കാലിൻ്റെ വീട്ടിലാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ നമ്മക്കാൾ ആഗ്രഹം എന്താണ്? കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് മക്കത്തോയി മരിച്ചാണ് ഖദീജാബിൻ്റെ കാലിൻ്റെ വീട്ടിലെത്തണം എന്നാണല്ലോ നമ്മളെ പറയുന്ന കുട്ടികൾ. അതിൻ്റെ സൈക്കോളജി അങ്ങനെ തന്നെയല്ലേ. അപ്പം നമ്മളാഗ്രഹം എന്താണ്? മക്കത്ത് മരിച്ചാണ്ട് നമ്മളെ മക്കത്തോ മദീനത്തോ മരിക്കുക, ആയിഷാബിൻ്റെ കാലിലോട്ട് കിടക്കുക, ഫാത്തിമാവിൻ്റെ കാലിലോട്ട് കിടക്കുക, അല്ലെങ്കിൽ മക്കത്ത് മരിച്ചിട്ട് ഖദീജാബിൻ്റെ അല്ലേ? അതല്ലേ നമ്മളൊരു മുസ്ലിമിൻ്റെ, ഒരു മലയാളി മുസ്ലിമായ, പ്രത്യേകിച്ച് മലബാരി മുസ്ലിമായ ലീഗും സമസ്തയൊക്കെ ആയ നമ്മളെപ്പോഴത്തെ ആവറേജ് മുസ്ലിമിൻ്റെ ആഗ്രഹം അതാണല്ലോ, അല്ലേ? കാരണം നമ്മളെ നേതാവ് അങ്ങനെയാണ്. ഇവരെ ഒന്നാം നേതാവ് മുതൽ ഷഹീദാണ്, ലാസ്റ്റ് നേതാവും ഷഹീദാണ്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ലാത്ത ഒറ്റ കാര്യമാണ് എന്ത്? ഷഹീദായത്. അലി ഖംനായിയുടെ ഒരു ചിത്രത്തിൻ്റെ ഒരു ശകലം ഒരാൾ ഒരു വീഡിയോയുടെ ഒരല്പം ഒരാൾ എനിക്ക് അയച്ചു തന്നു. അതിലൊരു ചെറിയ കുട്ടി, ഒരു ബാലൻ, ഒരു 8 വയസ്സോ മറ്റുള്ള ഒരു ബാലൻ വന്നിട്ട് അലി ഖംനായിയോട് ചോദിക്കുന്നു, ഞാൻ ഷഹീദായി മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ അലി ഖംനായി പറയാണ്, എന്ത്? അത് വേണ്ട മോനെ, മോൻ പഠിച്ച് വളർന്ന് വലുതായി രാഷ്ട്രത്തിന് വലിയ സേവനങ്ങൾ ചെയ്ത് ഒരു 80 വയസ്സായിട്ട് ഷഹീദായി മരിക്കാൻ പഠിച്ചാൽ തൗഫീഖ് തരട്ടെ. അപ്പോൾ മരിക്കണം എന്തെന്നെ ഷഹീദായി. കാരണം അവരുടെ ആദ്യത്തെ ഇമാം സയ്യിദന അലിയാണ്. അലി ഷഹീദായി മരിച്ചാണ്, അലിയെ ഖവാരിജ് ഷഹീദാക്കി കൊന്നു. പിന്നുള്ളത് സയ്യിദന ഹസനാണ്. ഹസനെ വിഷം കൊടുത്തൊന്നും ഷഹീദായി മരിച്ചു. പിന്നെ വെട്ടിക്കൊന്നു ആര്? സയ്യിദന ഹുസൈനെ. അങ്ങനെ പോരാണ്. ആ ഒന്നാമത്തെ ഇമാമിൻ്റെ പേര് തന്നെയാണല്ലോ അവസാനത്തെ ഇമാമിന്, അലി ഖംനായി. അപ്പോൾ അയാളും ഷഹീദായി മരിച്ചു. അപ്പോൾ ആ ജനതയ്ക്ക് പുതിയ ഏറ്റവും വലിയ കൊതി എന്താണ്? ഷഹീദ് മരിക്കുക. അപ്പോൾ ഷഹീദായി മരിക്കുന്ന അവർക്കൊരു ആഗ്രഹമാണ്. അപ്പം അത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനത്തെ ഒരു ജനത തീരലാണോ ഒരാഗ്രഹം? നിങ്ങൾ ദീനിൻ്റെ ശത്രുക്കൾ, ഞങ്ങൾ കൊല്ലും, ഞങ്ങളേതായാലും മരിക്കാൻ കാത്തിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഓലും ഒറ്റയ്ക്ക് മരിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അവർക്ക് വേറൊരാളെ കൊന്നിട്ടാണ് ഒരു മരിക്കുക, അപ്പം പ്രശ്നമാണ്. ഓലും മരിക്കുകയാണെങ്കിൽ ഇത് ഓരോ കാര്യമാണ്. അതുകൊണ്ട് തൊടാൻ പാടില്ലാത്തടത്ത് തൊടാൻ പാടില്ല. ഇതിൻ്റെ പിന്നിൽ എന്താണ്? അമേരിക്കയുടെ അശാന്തി വിതക്കുക എന്നാണ് ആവശ്യം. ഇതിൻ്റെ പേരിൽ വരുന്ന ദുരന്തം വളരെ വലുതായിരിക്കും. ഉദാഹരണം, സ്കൂളും യൂണിവേഴ്സിറ്റി മുഴുവൻ പൂട്ടി. ബംഗ്ലാദേശ് പൂട്ടി. എന്തുകൊണ്ട് പറഞ്ഞാൽ അവർക്ക് ഗ്യാസും പെട്രോളും ഇല്ല. അതൊക്കെ പുറത്തുനിന്ന് വരണം. ഇറാൻ വഴിയാ വരിക, അതില്ല. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടി. ആര് പൂട്ടി? ബംഗ്ലാദേശ് പൂട്ടി. മുന്നോട്ടും കഴിയില്ല. കാരണം ഹോർമസ് കടലൊടുക്ക് വഴിയാണ് ഇവർക്ക് സാധനം വരേണ്ടത്. അത് സാധനം വരുന്നില്ല.
ഇതിപ്പോൾ 2 ആഴ്ച കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഇറാനും അമേരിക്കയും നമ്മളെ യുദ്ധം, ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആഴ്ചയുള്ളൂ? 2 ആഴ്ച കൊണ്ടാണ് ബംഗ്ലാദേശ് സ്കൂൾ കൂട്ടിയത്. അപ്പം അത് ഉണ്ടാക്കി വെച്ചൊരു കാര്യം എത്രയാ? പല രാജ്യങ്ങൾക്കും സൈന്യത്തിന് പിരിച്ചുവിടേണ്ടി വരും. എന്തുകൊണ്ട്? സൈന്യത്തിന് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണത്തിന് ഗ്യാസ് വേണം. ഇനി സൈന്യത്തിനെ തീറ്റിപ്പോറ്റാണെങ്കിൽ സാധുക്കൾക്ക് ഗ്യാസ് ഉണ്ടാവില്ല, അപ്പൊ ആഭ്യന്തര കലാപം ഉണ്ടാവും. 2 പണി നടക്കുള്ളൂ. ഒന്നിരിക്കൽ സൈന്യത്തിന് പുറത്തു വിടണം, എന്നാ പിന്നെ സർക്കാരിന് ഇവർക്ക് ഗ്യാസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമല്ല. അല്ല, സൈന്യത്തിനെ നിലനിർത്തുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഗ്യാസ് കൊടുക്കാൻ കഴിയില്ല. സാധാരണക്കാർക്ക് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ആഭ്യന്തര കലാപം ഉണ്ടാവും. ഓരോ നാട്ടിലും ആഭ്യന്തര കലാപം ഉണ്ടാവും. നിങ്ങളെന്താ വിചാരിച്ചത്? സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സൈന്യത്തിന് മാത്രമല്ല പിരിച്ചുവിടുക, ജയിലുകൾ തുറന്നുകൊണ്ടി വരും. കാരണം ഒരു കാലത്ത് ഇതൊക്കെ നിലനിന്നത് വർഗം. ഇന്നത് ഒരു ജയിലും ഒരു പട്ടാളക്കാമ്പും എന്തുകൊണ്ട് നിലനിൽക്കണില്ല? വെറുകൊണ്ട് നിലനിൽക്കണില്ല. ഞാൻ കഞ്ഞിയും ചോറും അരി, ഇപ്പം നിലവിൽ ഉണ്ടായ അരി ഒന്ന് തിന്നണമെങ്കിൽ എന്ത് വേണപ്പോ? ഗ്യാസ് വേണ്ടേ? അങ്ങനെ വരുമ്പോൾ അടുത്തൊരു പ്രശ്നമാണ് എന്ത്? സൈന്യത്തിനെയും പിരിച്ചുകൊണ്ടി വരും, ജയിൽ തുറന്നുകൊണ്ടി വരും. പല രാജ്യങ്ങളും ജയിൽ തുറന്നുവിടാൻ നിർബന്ധിതരാവും. ആഭ്യന്തര കലാപം ഉറപ്പാണ്. എന്തുകൊണ്ട്? പണ്ട് ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ ഗ്യാസ് എന്നുള്ളത് അക്കാലത്ത് നമ്മൾ കേട്ടിട്ടാണ്. നമുക്ക് ഗ്യാസ് ട്രബിളുള്ളൂ. പണ്ടത്തെ കാലത്ത് പള്ളന്റെ ഉള്ളിലാണ് ഗ്യാസ്. ഇപ്പൊ പള്ളന്റെ ഉള്ളിൽ വല്ലതും കയറണമെങ്കിൽ എന്ത് വേണം? ഗ്യാസ് വേണം. ഗ്യാസില്ല. ഗ്യാസ് അത്യാവശ്യം എന്നും വന്നുകൊണ്ടിരിക്കണം, എപ്പോഴും വരണം. ഇന്ന് വലിയൊരു ശതമാനം ജനങ്ങൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിൽ ഗ്യാസ് അല്ലാത്തൊരു ഉപയോഗമല്ല. എവിടെ എന്ത് നടക്കൂല? വിറകടുപ്പില്ല. മനസ്സിലായത് നിങ്ങൾ? അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടുകൂടെ ഫ്ലാറ്റ് സിസ്റ്റം ആരംഭിച്ചു. ഇത് ഇതിനെ അവലംബിച്ച് ജീവിക്കുകയാണ്. എന്ന് 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ വലിയൊരു ശതമാനം ജനങ്ങൾ താമസിക്കുന്ന എവിടെയാണ്? ഫ്ലാറ്റിൽ എന്ത് നടക്കുകയല്ല, വിറക് സിസ്റ്റം നടക്കൂല. അപ്പൊ അവർക്ക് ഗ്യാസ് നിർബന്ധമാണ്. എന്ത് ചെയ്യും? അവരെവിടെ പുനരധിവസിപ്പിക്കും? ഇതിനെന്താ ഒരു സൊല്യൂഷൻ അമേരിക്കയുടെ കയ്യിലില്ല, ആരെ കയ്യിലും ഇല്ല. ഇയാളൊരു പ്രാന്തായിട്ട് ചെയ്യാണിത്. ഇല്ലെങ്കിൽ അതിന് മാത്രമുള്ള ശക്തി ഇവർക്ക് വേണം. അവർ 2 ദിവസം കൊണ്ട് പിടിച്ച് കെട്ടണം. ഇപ്പൊ ഒരുത്തനെ പ്രാന്തനെ നമ്മൾ ഇളക്കാൻ പാടില്ല. പ്രാന്തനെ ഇളക്കുകയാണെങ്കിൽ ഓനെ 5 മിനിറ്റ് കൊണ്ട് കെട്ടണം. 5 മിനിറ്റ് ആകാൻ പാടില്ല. 2 മിനിറ്റ് കൊണ്ട് കെട്ടിയില്ലെങ്കിൽ നാട്ടുകാർ തല മുഴുവൻ വെട്ടും. അങ്ങനെ തന്നെയല്ലേ? ഓനാണ്ട് എറിഞ്ഞു, ഓനെ നമ്മളാണ് വെട്ടി, അല്ലെങ്കിൽ അവൻ്റെ ബാപ്പാനെ നമ്മളാണ് കൊന്നു. ഇവനെ ആൾറെഡി തന്നെ എന്താണ് ലൂസാ. അങ്ങനത്തെ തന്നെ ബാപ്പാനെ നമ്മൾ കൊന്നാൽ ഓനെ പിടിച്ചു കെട്ടിയിട്ടേ ബാപ്പാനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇറാനെ തകർത്ത് കഴിഞ്ഞിട്ട് അവസാനം കൊല്ലതാണ്ടതാണ് ആരിക്കമ്മ. അതൊക്കെ ഇതൊക്കെ ഈ ബുദ്ധിയൊക്കെ അമേരിക്കക്ക് അറിയില്ലേ? അറിയാത്തോണ്ടല്ല. അമേരിക്ക ഇത് കാക്കക്കൂട്ട് കല്ലിട്ടതാ. എന്തിന്? നമ്മൾ ഉറക്കം പോയിക്കോട്ടെ, അതിന് അയാൾക്ക് നഷ്ടമില്ലല്ലോ. അവസാനാണ് അയാൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുക. ഞാനീ പറഞ്ഞ ലോജിക്ക് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഈ രാജ്യം തകർത്തതിന് ശേഷം അവസാനം പ്രസിഡന്റിനെ കൊന്ന പ്രശ്നമുണ്ടോ ലോകത്ത്? പിന്നെ ഖിയാമത്ത് സ്വർഗവും നരകവും മേശരി മറ്റൊക്കെ ഉണ്ടോന്നല്ലേ? ഇവിടെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇറാനി ഒരു തകർത്തു, അവസാനം എന്തും ചെയ്തു. ആ കാര്യം അവനെ കൊന്ന ഇവിടെ ഒരു പ്രശ്നമല്ല. ആയിക്കോട്ടെ, ജനജീവിതം 10 പത്രത്തിൽ വായിക്കും. ഇറാൻ തകർക്കപ്പെട്ടു. അമേരിക്ക പുതിയ സർക്കാർ ഉണ്ടാക്കി അലി ഖംനയെ വധിച്ചു.
നമുക്ക് ചായപ്പീടിയിൽ അങ്ങോട്ടും കൊണ്ട് 4 വർത്താനം പറഞ്ഞാൽ അങ്ങനെ പോകാമെന്നല്ലാതെ നമുക്കതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാദ്യം തന്നെ അമേരിക്ക എന്താ ചെയ്ത്? അലി ഖംനായിയെ കൊന്നു, പിരാന്തനം തുറന്നു വിട്ടു. മറ്റൊരു നേരത്തെ അതിൽ കുറച്ച് അന്തമുള്ള ഒരാൾ ഇയാളാണ്, മനസ്സിലായില്ല. കുറച്ചൊരു മിതവാദിയായിരുന്നു ആര്? ഈ അലി ഖംനായി. മറ്റേ മുഴുവൻ ഫുൾ പിരാന്തന്മാരാണ്. ഇതെന്താ? ഇതാണ് ട്രംപിൻ്റെ ആവശ്യം. ട്രംപിൻ്റെ ആവശ്യം എന്താണെന്നറിയാം? ട്രംപിൻ്റെ ആവശ്യം എന്താ? ട്രംപിനറിയാം എന്ത് ഇറാൻ അടിക്കൽ ആരെയായിരിക്കും? മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളെ. കാരണം അവരല്ലേ ഈ ശത്രുവിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇവർ മുഴുവൻ വീണ്ടും ആരിൽ നിർബന്ധിതരാവും? അമേരിക്കയിൽ. അതായിരുന്നു അയാൾ കണ്ടത്. പക്ഷെ പ്രശ്നം രൂക്ഷാണ്. പ്രധാനം പറയും, നിങ്ങൾ ചിന്തിക്കുക, ഇവരെ മുഴുവനും അടിച്ചു ഇറാൻ, തിരിച്ചൊരൊറ്റ അടി അടിച്ചിട്ടില്ല. ഇപ്പൊ ഇന്നലെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി ഇസ്രായേൽ, UAE ഇറാനെ തിരിച്ചടിച്ചു. ഉടനെ UAE ഭരണ നേതാക്കന്മാർ പറഞ്ഞു അത് അവാസ്തവമാണ്, അവാസ്തവമായ വാർത്ത പ്രചരിപ്പിക്കരുത്. എന്തുകൊണ്ട്? നിങ്ങൾ ബുദ്ധിയില്ലേ? മനസ്സിലായില്ല? നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് ആലോചിക്കുക, ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ ആലോചിക്കുക. അതായത് ഈ 2 ആഴ്ചക്കുള്ളിൽ ഈ സമയത്ത് മുഴുവനും ഏറ്റവും കൂടുതൽ അവർ ആക്രമിച്ചത് ആരെയാണ്? മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളല്ലേ. ഈ രാജ്യങ്ങളൊന്നും ഒരു ചെറിയ ഓലപ്പടക്കം പോലും എറിഞ്ഞിട്ട് ഇറാനിലേക്ക് തിരിച്ചടിച്ചില്ല. ഇന്നലെ ഇസ്രായേൽ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി വേൾഡ് മാധ്യമങ്ങളിൽ. എന്ത്? UAE മിസൈൽ തിരിച്ചടിച്ചു. അത് ഉടനെ UAE ഭരണാധികാരികൾ പറഞ്ഞു ഇല്ല, അത് കളവാണ്, അത്തരം പ്രൊപ്പഗണ്ടകൾ, കളവ് വാർത്ത പ്രചരിപ്പിക്കാതെ. എന്തുകൊണ്ട്? ഇപ്പൊ തന്നെ ഇവരിങ്ങനെയാണെങ്കിൽ തിരിച്ചടി തുടങ്ങിയാൽ ഇതിൻ്റെ 100 ഇരട്ടിയായിരിക്കും ഈ രാജ്യങ്ങൾ അടിക്കുക. ഇവരുടെ കയ്യിൽ ഒന്നുമില്ല അവരെ പ്രതിരോധിക്കാൻ. അവർ കൊടുത്ത ആയുധപ്പുരയിലുള്ള ആയുധങ്ങളേ ഉള്ളൂ. ആയുധം ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നുമില്ല. മറ്റ് 40-45 കൊല്ലം ഇവർക്ക് പണിന് എന്താണ്? ആയുധം ഉണ്ടാക്കല. അവർ സ്വയം പര്യാപ്തരാ. അമേരിക്ക അവിടെ പല്ലുകുത്തിയിരിക്കും. ഇതിന്റെ ഗൗരവം, ഇവർ പ്രാന്തന്മാരാണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം കൂടി ഇവരെ ഒറ്റ ദിവസം പിടിച്ചാൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു പാവ സർക്കാർ, ഇപ്പൊ പല നാടുകളിലും അമേരിക്കയിൽ ഇവിടെ പാവ സർക്കാരില്ലേ, ജനജീവിതം ദുസ്സഹമാവൂലാണ്. ഇതാപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വന്നത് സാമൂഹിക ജീവിതം അവതാളത്തിലായി എന്നതാണ്. അതിനൊരു സൊല്യൂഷൻ ഇല്ല. ഇപ്പം 140 കോടി ജനങ്ങളുടെ ഗ്യാസ്, പെട്രോള്, ഭക്ഷണ സാധനം, വളമായി വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഇന്നിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാരണം, ഭക്ഷണം ഇന്ന് ഇഷ്ടം പോലെയാണ്. എന്താ കാരണം? വളം. ഒരു കാലത്ത് വളമില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളാൽ ഉണ്ടാകുന്നതാണ് എന്ത്? വളം. പെട്രോൾ ഉൽപ്പന്നം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ വളം വരുന്നത്. പണ്ട് ജൈവവളമാണ്. അപ്പോൾ ഒരു കതിരിൽ 10 മണി ഉണ്ടാവുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഒരു കതിരിൽ 1000 മണിയോ 1500 മണിയും ഉണ്ടാകുന്ന സംവിധാനങ്ങൾ എന്തിലൂടെ വന്നു? ലോകത്ത് 100 കോടി ജനങ്ങൾ ഉണ്ടായ കാലത്ത് പട്ടിണി നടക്കുകയാണ്. ഇന്ന് ലോകത്ത് 840 ചില്ലാനും കോടി ജനങ്ങൾ ഉണ്ടായ കാലത്ത് തിന്നിട്ട് ബാക്കിയാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടായിട്ട് സാധനം വേണ്ടേ? ഇപ്പം പണ്ടത്തെ ഒരു മുതലാളിക്ക് തിന്നാൻ നോക്കിയാൽ അതിനൊരു പരിധി ഉണ്ട്, പൈസ ഉണ്ട്, പക്ഷെ തിന്നാൻ സാധനമല്ല. ഇന്ന് അങ്ങനെയല്ല. എന്ത്? ഇന്ന് സാധനങ്ങൾ ഇഷ്ടം പോലെയാണ്. നെയ്ച്ചോറ്, മന്തി, മറ്റത് മറിച്ച്, ഇങ്ങനെ ഇഷ്ടം പോലെയല്ലേ. തിന്നിട്ടും ബാക്കി. എന്തുകൊണ്ട്? എന്താണ്? ലോകത്ത് 100 കോടി ജനങ്ങളായ കാലത്ത് ഭക്ഷണമില്ല. എന്തുകൊണ്ട്? ആധുനിക വളങ്ങൾ ഇല്ല. ഇപ്പൊ ആധുനിക വളങ്ങൾ വന്നപ്പോൾ യഥേഷ്ട ഭക്ഷണം ഉണ്ടായി. ഈ വളങ്ങൾ അതിലെ കടന്നു വരണം. അപ്പോൾ എന്ത് വരും? ഇന്ത്യ അടക്കമുള്ള ലോകത്തെ കാർഷിക രാജ്യങ്ങൾ, ഇപ്പൊ ചൈനക്ക് മാത്രം ചെറിയൊരു വിടുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചൈന അവരുടെ സഹോദര രാഷ്ട്രമായതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കടത്തി വിടൂല എന്നാണ് പറയണത്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭക്ഷണം കിട്ടുന്നത് കേരളത്തിൽ എന്തില്ല? കേരളത്തിൽ കൃഷി ഇല്ലല്ലോ. ഉണ്ടോ? പറകുട്ടി, കേരളത്തിൽ കൃഷി ഉണ്ടോ?
ഇല്ല. എന്ത് കൃഷിയാണുള്ളത്? കൃഷി എവിടെയാണ്? ആന്ധ്രയിലാണ്, കർണാടകത്തിലാണ്, തമിഴ്നാട്ടിലാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ വലിയ വിളവുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വളം വരുന്നതുകൊണ്ടാണ്. വളം വരൂല. ഈ യുദ്ധം നടന്ന വളം വരൂല. വളം വരുമ്പോൾ എന്ത് സാധനം ഉണ്ടാവില്ല? ഭക്ഷ്യക്ഷാമം വരും. രൂക്ഷമായ ഭക്ഷ്യക്ഷാമം വരും. അത് തമാശല്ല, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഒറ്റ ദിവസത്തിൽ പേർ പൊട്ടിച്ചോളണം. അവരുമായൊരു യുദ്ധം നിലനിൽക്കാൻ പാടില്ല. ഒരു ദിവസം കൊണ്ട് പൊട്ടിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇമാമിനെ കൊല്ലല്ല. ആദ്യം ചെയ്യേണ്ടത് അവരെ തകർത്ത് പിടിച്ചടക്കാണ്. പിന്നെ ഇമാമിനെ വിട്ടാലും മനസ്സിലായില്ല, ആ ഇമാമിനെ പിന്നെ വെറുതെ വിട്ടാലും ഒരു കോട്ടുമുക്കറിൻ്റെ സ്ഥാനം ഉണ്ടാവുള്ളൂ. ഒരു വലിയ ഇമാമിനുണ്ടാവില്ല. കാരണം രാജ്യം തകർന്ന ഇമാമിനെന്ത് വലിയ. അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. അശാന്തത നിലനിർത്തണം. എവിടെ? മിഡിൽ ഈസ്റ്റിൽ, അറബികൾക്കിടയിൽ. ഇതാണ് വലിയ ദുഷ്ടലാക്ക്. ഇതിൽ 100% കുറ്റക്കാർ അമേരിക്കയും ഇസ്രായേലുമാണ്. 100%. അവർ മാനവരാശിയെ ചതിച്ചത്, അല്ലാതെ ആരെ മാത്രമല്ല. ഇറാനെ മാത്രം. ഇറാൻ വിട്ടലിടൂ. മരിക്കാൻ നടക്കുന്ന ജനതയോട് എന്തൊരു അവസാനം പറയുന്നത്? ഓനേതായാലും മരിക്കാൻ തീരുമാനിക്കുക. നമ്മളിപ്പോൾ മനസ്സിലായില്ല, ഹൈ സ്പീഡിൽ ഒരുത്തർ മോട്ടോർ സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ നമ്മളെ മകനായി കയറിയിട്ടുണ്ടെങ്കിൽ ഓനെ പിടിച്ചാണ് നമ്മൾ ഇറക്കും. പോരും. ഓൻ ചാകുകയാണെങ്കിൽ ചത്തോട്ടെ. പറയാ, ഹൈ സ്പീഡ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവൻ്റെ ബാക്കിൽ നമ്മളെ കുട്ടീനെ ഇരുത്തുവോ? ഇല്ല. ഇറങ്ങിക്കോ കുഞ്ഞുമാനെ. ഇജോ നിങ്ങൾ പോയിക്കോളി. ചാകേ, ഏതായാലും ചാകാൻ പോകുക. എൻ്റെ കുട്ടീനെ കൊണ്ടുപോകണ്ട. ഇറാന് എന്തോ ആയ നമുക്കെന്താ? ഞാൻ എന്തിനാ അങ്ങനെ പറയാം? ഞാൻ ഇറാനെ മോശമാക്കല്ല. പക്ഷെ ആ ഒരു ജനത, അതിന് അവരുടേതായ കാരണങ്ങൾ അവർക്കുണ്ട്. ആ കാരണം ഇവിടെ തീരുമാനിക്കൂല, മനുഷ്യരിൽ തീരുമാനിക്കുക. അത് തീരുമാനിക്കുന്ന സ്ഥലമല്ലല്ലോ ഇത്. അവര് ഇങ്ങനെ ഷഹാദത്തിനെ വരിക്കാൻ കാത്തു നിൽക്കുന്ന ജനതയായത് അവരുടെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമല്ല. അവരേതായാലും അവർക്ക് ഹിസ്റ്റോറിക്കലായി അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും നമ്മളെ വിഷയം ബാധിക്കുക. പക്ഷെ നിലവിലുള്ള പ്രശ്നം കോടാനക്കോടി മനുഷ്യരുടെ ജീവിതം പ്രശ്നമായി. അത്ര ആളുകളെ ഏറ്റുമുട്ടാൻ പാടില്ല. അത് തന്ത്രപ്രധാനവുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേത് യുദ്ധവും പോലെയല്ല. എന്ത്? ഇറാൻ യുദ്ധം. ഇറാൻ യുദ്ധം കണ്ണോടി മുട്ടിക്കും. അത് തമാശല്ല. ഇത് വളരെ വലിയ ഗൗരവം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. വളരെ വലിയ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിലിൽ കിടക്കുന്നവർ വിടുമെന്ന് ഞാൻ പറയല്ല. അതേ സമയത്ത് പാചക ഗ്യാസ് തീർന്നാൽ, പെട്രോളും പാചക ഗ്യാസ് തീർന്നാൽ സർക്കാർ നിർബന്ധ സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? വിടേണ്ടി വരില്ലേ? ജയിലിൽ. നിങ്ങളിത് മനസ്സിലാക്കാത്തത് എന്താ? ഒരു കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. ഒരു കാലത്ത് എന്ത് മതി. ഇന്നിപ്പോൾ വിറക് വെച്ചിട്ട് ആരാണ് ഭക്ഷണം ഉണ്ടാക്കുക? എല്ലാ ഭക്ഷണവും എന്തുപോലെ ഉണ്ടാക്കണം? ഗ്യാസ്. ഇപ്പം ഇഷ്ടം പോലെ വിറകുള്ള ഒരു കുടുംബമുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ വിറക. എന്തുകൊണ്ട്? നമ്മളെ പരിസരത്ത് മുഴുവനും നമ്മളെ തോട്ടം തൊടുക ഇതൊക്കെ ആകുമ്പോൾ വിറകിന് ക്ഷാമല്ലാത്തൊരു കുടുംബമാണ് എൻ്റെ. പക്ഷെ എന്നാലും വിറക് ഉപയോഗിക്കുന്നത് ഒരു 10% ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഓരോട് പറയണം. എന്ത്? നമ്മളൊരു ഇറച്ചിയോ മീനോ കൊണ്ട് കൊടുത്തിട്ട് എന്ത് പറയണം? ഇത് നിങ്ങൾ മണ്ണിൻ്റെ പാത്രത്തിൽ വിറകടുപ്പിൽ ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ അപ്പോൾ ഭാര്യ പറയും ആയിക്കോട്ടെ എന്നാ ഞാൻ തന്നെ ഉണ്ടാക്കാം. കാരണം മറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിയിലുള്ള ആളുകൾക്കൊന്നും അതിൽ താല്പര്യം ഉണ്ടാവില്ല. പെൺകുട്ടികളോ മറ്റുള്ളവർ ഓനെ മെനക്കെടില്ല. ഇതിന് മെനക്കെടണം. ഭർത്താവ് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ച് ഓളൊന്നും മെനക്കെടണം. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ കൊണ്ടുപോയി കൊടുത്ത സാധനം നേരത്തിന് കിട്ടൂല. എന്ത് പറയും? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൊണ്ട് ഒരുങ്ങാം. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ വല്ല ചായ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മറ്റവർക്ക് 10 മണിക്കോ 12 മണിക്കോ ചോറായാലും നമുക്ക് ചോറാകാൻ പിന്നെയും നേരം വെക്കും, വെളുക്കും, വൈകും. എന്തുകൊണ്ട്? നമുക്ക് വിറകടുപ്പിലുണ്ടാക്കും വേണം. മണ്ണിൻ്റെ ചട്ടിയിൽ ഇപ്പോൾ നമ്മൾ ഇറച്ചിയോ മറ്റോ കൊണ്ടുപോയി കൊടുത്താൽ ആയിക്കോട്ടെ, നല്ലതാണ്. നല്ല മീനൊക്കെ കൊണ്ടുപോയി കുടംപുളിയൊക്കെ ഇട്ട് വൃത്തിയായി. കുടംപുളിയൊന്നും നമ്മളെ കുട്ടികൾക്ക് ഇപ്പം ഇഷ്ടം തന്നെയില്ല. അവർക്ക് മനസ്സിലായില്ല, വേറെ പുളിയാണ്. ഉപ്പ്, എൻ്റെ പേര് 2 ഉപ്പാണ്.
എനിക്ക് വേറെ ഉപ്പും പുരക്കാർക്ക് വേറെ ഉപ്പാണ്. ഞാൻ ഈ സിന്തറ്റിക് ഉപ്പ് ഉപയോഗിക്കില്ല. മനസ്സിലായി? ആദ്യം കല്ലുപ്പ് ഉപയോഗിച്ചിരുന്നു, ഇപ്പം ഞാൻ മറ്റേ കല്ലുപ്പ ഉപയോഗിക്കുക. റോക്ക് സാൾട്ടാ ഉപയോഗിക്കുക. അതൊന്നും അല്ല, കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഉപ്പ് ഉപയോഗിക്കണം. അത് എനിക്ക് പറ്റൂല. അപ്പം നമ്മളെ ഭക്ഷണം തന്നെ വേറെയാണ്. സുഖമില്ലാത്തവനെ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു പാത്രം വേറെ ആക്കുമല്ലോ. അപ്പം നമുക്ക് ആയി കിട്ടാൻ നേരം പോയിക്കും, അത് നമ്മൾ ക്ഷമിക്കുകയും ചെയ്യും. കാരണം അത് വിറകടുപ്പുണ്ടാക്കുകയാണെങ്കിൽ ഏത് സ്പീഡ് കിട്ടൂല, ഗ്യാസിൻ്റെ സ്പീഡിൽ അത് കിട്ടൂലല്ലോ. അപ്പം ലോകം ഇഷ്ടം പോലെ വിറകുള്ള ഒരു കുടുംബം എൻ്റെ അവസ്ഥ പറയുന്നത്. അതായത് ആ ഇഷ്ടം പോലെ വിറകുള്ള ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് പെണ്ണുങ്ങൾക്കും വിറക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. നമ്മൾക്കൊരു നിർബന്ധമല്ല ഗ്യാസ് ഉപയോഗിക്കേണ്ടത്, കാരണം ഇഷ്ടം പോലെ വിറക് അറബിൻ്റെ സഹായം കൊണ്ട്. പക്ഷെ വിറക് ഉപയോഗിക്കില്ല. കുട്ടികൾക്ക് എന്താ ഇഷ്ടം? ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞാൽ മേപ്പിട്ട് നോക്കി കുത്തിർക്കും. ഗ്യാസ് തീർന്നു, ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം എന്താകുക? ഒരു 4 കൊല്ലം ഉണ്ടാക്കാനുള്ള വിറക്, കത്തിക്കാനുള്ള വിറക് എവിടെ ഉണ്ട്? തൊടുകൂടെ ഒന്നുണ്ട് ഇറങ്ങിയാൽ കിട്ടും. എന്നിട്ടിപ്പോൾ എന്താ പറയുക? ഇനിയിപ്പോൾ എന്താ പറ്റ അവസ്ഥ? എന്ത് കഴിഞ്ഞു? ഗ്യാസ് കഴിഞ്ഞതാണ്. ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. എൻ്റെ പേരിൽ ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞു പറഞ്ഞാൽ മേപ്പിട്ട് നോക്കി കുത്തിരിക്കാറ അത് ഖിയാമത്ത് നല്ല അടയാളമാണ്. എന്തുകൊണ്ട്? എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ വിറകാണ് റബ്ബിൻ്റെ സഹായം കൊണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം ലോകം മുഴുവൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഗ്യാസ്. ഇതിൻ്റെ വലിയൊരു ശതമാനവും 50%, 40% വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അത് ഇറാനിൽ ഒരു തുള്ളി കടത്താൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിടിച്ചു കെട്ടി തകർന്നെന്ന് പറഞ്ഞ പോലല്ലോ, ഓലപ്പണി ഇപ്പോഴും കൊടുക്കുന്നില്ലേ? അപ്പം ഇത് കഞ്ഞിക്കുടി മുട്ടിക്കുന്ന യുദ്ധമാണ്. ഇതിനെയൊരിക്കലും ഇത് അവരെ തകർക്കണമെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതവർക്ക് അറിയില്ലേ. ഇപ്പോൾ ഒരു വിവരമില്ലല്ലോ. ഇപ്പോൾ യുദ്ധശാസ്ത്രമൊന്നും പഠിക്കാത്ത ഒരു ഏറനാടൻ ഗ്രാമീണനാണ് ഞാൻ. എനിക്കിത് നിങ്ങളിത് നേരത്തെ ട്രംപിനോട് പറയാൻ ഞാൻ, ട്രംപിനിത് അറിയാത്തല്ലോ. ട്രംപിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. എന്ത്? നമ്മളൊക്കെ കുടുങ്ങുക, നമ്മളെല്ലാവരും അവിടെ കുടുങ്ങുക. എന്നിട്ട് ഇവിടെ അശാന്തത ഉണ്ടാവുക. അതവരെ ഉദ്ദേശമാണ്. അപ്പം ഇത് നമ്മൾ വളരെ വളരെ നിങ്ങൾ ചിന്തിക്കണം. ഫെബ്രുവരി അവസാന വാരത്തിൽ ഇസ്രായേലിനെ അതുകൊണ്ട് തന്നെ ഇറാൻ എന്ത് ചെയ്തു? ഇറാനെ സംബന്ധിച്ചിടത്ത് ഇറാൻ ഇപ്പം എന്താ ചെയ്തത്? ഇറാന് കേവലം ഫെബ്രുവരി 28 മാർച്ച് 5 ഇടയിൽ മാത്രം ഇറാൻ 2171 ഡ്രോണുകളും മിസൈലുകളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊടുത്തു വിട്ടു. അതേസമയത്ത് ഇസ്രായേലിലേക്ക് അവർ വിട്ടത് 255 മിസൈലാണ്. 2175 ദിവസം കൊണ്ട് ഫെബ്രുവരി 8 മാർച്ച് 5 ഇടയിൽ അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇട്ടത് 2171 മിസൈലാണ്. അതേസമയത്ത് ഇസ്രായേലിലേക്ക് ഇട്ടതോ 255 മിസൈൽ. എന്തുകൊണ്ട്? കാരണം 2 കാരണം. ഒന്ന്, ഈ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള കരുത്തുള്ള ഏറ്റവും കരുത്തുള്ള രാഷ്ട്രമാണ് എന്ത്? ഇസ്രായേൽ. ഇവർക്ക് ആ കരുത്തില്ല. അതുകൊണ്ട് വിട്ട മിക്കവാറും അവിടെ ചാടിക്കോളും. അപ്പോൾ ഒരു പണിയെടുക്കുമ്പോൾ ആ പണി ഫലവത്താകാൻ നല്ലത് അത് എവിടേക്ക് വിടലാണ്? അറബികൾ പിന്നെ ഒട്ടകത്തെ അറുത്ത് തിന്ന പല്ല് കുത്തി നടക്കുക, ഈ പണി തന്നെ ഉള്ളൂ. ഇതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അത് കാര്യമായ പ്രതിരോധ ശക്തി അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് 10 വിട്ടാൽ 8 അവിടെ ചാടാൻ നല്ലത് ആരാണ്? മറ്റത് 10 വിട്ടാൽ 1 അടിയെങ്കിലായി. എവിടെ? ഇസ്രായേൽ വലിയ പ്രതിരോധ ശക്തിയുള്ള രാഷ്ട്രമാണ്. സ്വന്തം മുസ്ലിം രാഷ്ട്രങ്ങളായ അറബ് രാഷ്ട്രങ്ങളെ 2171 മിസൈൽ ഡ്രോണുകളും വിട്ടപ്പോൾ ഇസ്രായേലിലേക്ക് ഒരു 255 മാത്രം 5 ദിവസത്തിനുള്ളിൽ. പിന്നെയും വന്നു, എത്രയെന്ന് കണക്കില്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ കാരണം എന്തുകൊണ്ട്? ഈ ഇസ്രായേലും അമേരിക്കയും നേരത്തെ നമ്മുടെ ശത്രുക്കളാണ്. അവർക്ക് ബേസ് കൊടുത്തതാണ് ഇവർ ചെയ്തത്. അപ്പൊ ഇവരെ ആ ബേസിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ഇറാൻ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് ആ ബേസ് അവർ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ വലിയൊരു ഭാഗം തീരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം ആരുടെ ശക്തി ഇല്ലാതാക്കലാണ്? അറബ് രാജ്യങ്ങളെ ശക്തി ഇല്ലാതാക്കിയാൽ
അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരെ ഇതേ സൗകര്യത്തിൽ ആക്രമിക്കാൻ കഴിയില്ല. പറഞ്ഞത് മനസ്സിലായപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ന്യായീകരണങ്ങളുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ള ന്യായീകരണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് അവർ ചെയ്തു. അതാണ് സംവിധാനങ്ങൾ, ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾ കാരണം. എന്താ TRT വേൾഡിൻ്റെ റിപ്പോർട്ടാണ് എന്ത്, ഇറാന് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കൂടുതലും ഇറാൻ ആക്രമിച്ചത് അറബ് രാജ്യങ്ങളാണ് എന്ന്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇപ്പം അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ, ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ചില്ലറ ദിവസങ്ങളിൽ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായത്, പടച്ചോൻ അത് നിലനിർത്താതെ പരിഹരിച്ചു തരട്ടെ. അത് ഈ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം വരണം, ഇസ്രായേലിൻ്റെ മേൽ. അവർക്ക് രണ്ടു കൂട്ടർക്കും ഇത് പ്രശ്നമില്ല. പ്രശ്നം എവിടെയാണ്? അറബ് രാജ്യങ്ങളോ ആ അറബ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അത് വേഗം തീരണം, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. കാരണം ഈ ചില്ലറ ദിവസങ്ങളിൽ ഉണ്ടായ ചില്ലറ ആക്രമണങ്ങൾ ഉണ്ടായത്, ഇപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബായ് എയർപോർട്ട്. അടച്ചു. അബുദാബി എയർപോർട്ട് അടച്ചു. അതായത് ഗൾഫ് രാജ്യങ്ങളെ എയർപോർട്ടുകൾ അടക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോക്ക് വരവ് ഇപ്പോൾ ഇല്ല. ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കി, നിങ്ങൾ എയർപോർട്ട് അടക്കാന്ന് പറഞ്ഞാൽ എന്താ? എയർപോർട്ട് അടക്കാന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലേക്കുള്ള ഒരു ആക്സസ് പിന്നെ ഇല്ലല്ലോ. ഇപ്പം നമ്മളെപ്പോലത്തെ ആളുകൾ ഒരു കാലത്ത് നമ്മുടെ കാർഷിക വൃത്തി കൊണ്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിലെ, ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗൾഫ് കൊണ്ട്. ഗൾഫിന് രണ്ട് വരുമാനമുള്ളത്, ഒന്ന് എണ്ണയും ഗ്യാസും, രണ്ട് മനസ്സിലായില്ല, വിദേശികൾ വന്നു പോകുക. ഒന്ന് ടൂറിസം, ഒന്ന് എണ്ണ ഗ്യാസ്, രണ്ട് ടൂറിസം. ഇതുകൊണ്ട് മാത്രമാണ്. ചിലതിങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുള്ളൂ. എണ്ണ കൊണ്ട് എണ്ണയാണ് കൂടുതലുള്ളത് സൗദി അറേബ്യയിൽ, ഗ്യാസാണ് കൂടുതലുള്ളത്, നാച്ചുറൽ ഗ്യാസാണ് ഖത്തറിൽ. അതേ സമയത്ത് എയർപോർട്ട് അടച്ചാൽ ഒന്നും നടക്കൂല. സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈക്വലാണ് എന്തിന്? എണ്ണയുടെ വരുമാനത്തിനോടോ അതിൻ്റെ അപ്പുറത്തോ ഉള്ള ഒരു വരുമാനമാണ് എന്ത്? ടൂറിസം. അതായത് ലോകത്തെ ആളുകൾ മുഴുവനും എങ്ങോട്ട് പോകും? മക്ക, മദീന, ഈ വിദേശ സഞ്ചാരികൾ വരുന്നത് കൊണ്ട് വലിയ വരുമാനമാണ് ആ രാജ്യത്തിന് കിട്ടുന്നത്. അതേസമയത്ത് രണ്ട് വരുമാനം മുടങ്ങുക. ഒന്ന്, എണ്ണ ഹോർമസ് കടലിലൂടെ കൂടെ പോവില്ല. രണ്ട് ടൂറിസം എയർപോർട്ട് അടച്ചാൽ നിന്നല്ലോ. മറ്റ് രാജ്യങ്ങളെ അവസ്ഥ ഭയാനകമാണ്. ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകം തന്നെ. ഇപ്പം നമ്മൾ വളരെ പെട്ടെന്ന് ലോകത്ത് വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഹോട്ടലുകൾ അടച്ചു. നമ്മുടെ രാജ്യത്ത് ഹോട്ടൽ ഇപ്പം അടച്ചു തീർക്കും. എന്തുകൊണ്ട്? ഗ്യാസില്ല. അവിടെ പിന്നെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഹോട്ടൽ തൊഴിലാളികൾ ലക്ഷോപലക്ഷമാണ്. ഓലെങ്ങനെ ജീവിക്കും? ഹോട്ടലിന് വർഷം കഴിക്ക് ജീവിക്കുന്ന ഒരു ജനത ഉണ്ട്, അവരെങ്ങനെ ജീവിക്കും? പണ്ടത്തെ അവസ്ഥയല്ല, ഇപ്പൊ അവസ്ഥ മാറി. ഇപ്പൊ ലോകം മുഴുവനും ഒരുത്തരേ ഉള്ളൂ. അപ്പൊ നമ്മൾ പണ്ട് കണ്ടിരുന്ന കേട്ടിരുന്ന ഒരു യുദ്ധം പോലെയല്ല ഈ യുദ്ധം. ഇത് ഏതുപോലെ പോലും അല്ല. ഇത് അമേരിക്കൻ ഇറാഖ് വാർ പോലെയല്ല. അമേരിക്കൻ ഇറാഖ് വാർ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല. എണ്ണ കുറച്ച് അമേരിക്കക്കാർ നശിപ്പിച്ചു, കുറെ കയറ്റിക്കൊണ്ടേയി. പക്ഷെ ഹോർമസ് കടലൊടുക്ക് ഇവരുടെ കയ്യിലാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല, നിങ്ങൾ ചിന്തിക്കണം. അതായത് ഹോർമസ് കടലൊടുക്കുക അവർ അടച്ചില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം പിന്നെ അവരെ ഒരു നാടകം കാണും പോലെയാണ്. ഇറാഖ് അമേരിക്കൻ യുദ്ധമുണ്ടായി 2003 മുതൽ, അത് നമ്മളെ ബാധിച്ചിട്ടില്ല. അതിനുശേഷം ആ രാജ്യങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി, നമ്മളെ ബാധിച്ചിട്ടില്ല.
മറ്റേത് രാജ്യത്ത് വന്നാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പം അമേരിക്കയും UAE ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, ഇനി അതുണ്ടായാലും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം കുറയുന്നേ ഉള്ളൂ. പക്ഷേ കാര്യം നിൽക്കൂല. നമ്മളെ വരുമാനം കുറച്ച് കുറയും. ഇത് വരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പോലെ അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കി നമ്മളിവിടെ തൊള്ളയും മുറിച്ച് എന്താ കാര്യം? ഇതിങ്ങോട്ട് എത്തണ്ടേ? എത്താൻ സംവിധാനം ഇല്ല. ഭയങ്കര ഇത് ഭയങ്കര ചെറിയ ഒരു കാര്യമേ അല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സുരക്ഷിതരാണെന്ന് വിചാരിച്ചിട്ട് പോയി താമസിക്കുന്ന നാടാണ് ദുബായ്. അവിടെയാണ് ഇപ്പോൾ വിദേശികൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എയർപോർട്ട് ചാലുമല്ല. ലോകത്തെ അതിസമ്പന്നർ മാത്രം താമസിക്കുന്നതാണ് എന്നറിയും മരീന 23. അവിടെ ഒരു ഫ്ലാറ്റിന് വില 34 കോടി രൂപയാണ്. ഒരു ഫ്ലാറ്റിന് വില, ചെറിയൊരു ഫ്ലാറ്റിന് വില 34 കോടിയാണ്. ലോകത്തെ അതിസമ്പന്നർ മാത്രം താമസിക്കുന്നതാണ്. അതിൽ അവരെന്ത് ചെയ്തു? മിസൈലിട്ടു. ഇറാൻ മിസൈലിട്ടു. അതിന് കണക്കാക്കിയിട്ട് അതിസമ്പന്നർ മാത്രം താമസിക്കുന്ന, ഒരിക്കലും ആ ഏരിയയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നതാണ് എന്ത് മരീന 23. അതിലേക്ക് വരെ മിസൈലിട്ടു. നിങ്ങൾ ചിന്തിക്ക്. ഇപ്പോൾ ലോകത്തെ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് UAEക്ക് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റ പ്രഹരം ഇന്ന് ഈ മണിക്കൂറിൽ യുദ്ധം നിർത്തിയാൽ പോലും ആ നഷ്ടം റിക്കവർ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ലാതെ 2028 വരെ നിലനിന്നാലേ ഈ പ്രശ്നം ഇപ്പോൾ റിക്കവർ ചെയ്യാൻ കഴിയുള്ളൂ. തിരിഞ്ഞില്ല. എന്താ പറഞ്ഞത്? അതായത് ഈ 10 ദിവസം കൊണ്ട് UAEക്കുണ്ടായ നഷ്ടത്തെ റിക്കവർ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഈ 10 days or 12 days, ഈ 10-12 ദിവസം കൊണ്ട് UAEക്ക് ഉണ്ടായ നഷ്ടത്തെ റിക്കവർ ചെയ്യണമെങ്കിൽ UAEക്ക് എത്ര വരെ കിട്ടണം? 2028 മാത്രമേ. ഇതുവരെ അത്ര വരെ കാലം ഇനി അവർ വളരെ അതിശീഘ്രം മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ഇപ്പോൾ വന്ന നഷ്ടത്തെ അവർക്ക് നേരത്തെ കഴിയുള്ളൂ. അപ്പോൾ ഇതാ നിരന്ന അവസ്ഥ എന്തായിരിക്കും? ഇത് ലോകത്തെ നിങ്ങൾ പഠിച്ചു നോക്കി, പഠിച്ചാൽ മനസ്സിലാവും. ഇത് തമാശയല്ല, ഇത് ഭയങ്കരമാണ്. ഇതാണ് നേരത്തെ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ഇത്ര വലിയ, അതൊരു പഠന റിപ്പോർട്ടാണ്. ആ പറഞ്ഞതൊരു പഠന റിപ്പോർട്ടാണ്. അത് ഭയങ്കരമാണ്. അത് നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ആ രാജ്യങ്ങളിലെല്ലാം ആക്രമണമുണ്ടായി. അവർ തിരിച്ചിങ്ങോട്ട് എണ്ണം ഞാൻ വായിക്കുന്നില്ല. അവരെന്ത് ചെയ്തു? അവരെ ധാരാളം മരണമുണ്ടായി. ധാരാളം 2175 മിസൈലുകളും ഡ്രോണുകളും വിട്ടു. ഇപ്പം ബഹ്റൈനിൽ ഈ അടുത്ത ദിവസം അവർ ബഹ്റൈനിൽ എന്താ ചെയ്ത്? മാർച്ച് 8 ടൈം ലൈൻ്റെ റിപ്പോർട്ടാണ്. ഡ്രോൺ അറ്റാക്ക് ഡാമേജ് ബഹ്റൈൻ വാട്ടർ ഡെസാലിനേഷൻ പ്ലാന്റിനെ അവർ തകർത്തു. ഫോളോയിങ് US ബോംബിംഗ് ഓഫ് ഇറാൻസ് പ്ലാന്റ്. അതായത് ഈ US-ൻ്റെ ഇറാനിൻ്റെ നേർക്കുള്ള ആക്രമണം കാരണം എന്ത് ചെയ്തു? ഡ്രോൺ അറ്റാക്ക് ഡാമേജ് ബഹ്റൈൻസ് വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റിനെ ആര് ബോംബിട്ടു? ആര് മിസൈലിട്ടു? ഇറാന്. അതായത് സാധാരണ സിവിലിയന്മാർക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം. ഇത് തെറ്റല്ലേ? തെറ്റാണ്. ഇത് ഭ്രാന്താണ്. അവർക്ക് ഭ്രാന്തമാണല്ലോ. ഞാൻ പോകണം, ഭ്രാന്താണ്. ഇത് തെറ്റല്ലേ? മനുഷ്യർ വെള്ളം കുടിക്കുന്ന ഇത് യുദ്ധ നിയമങ്ങൾക്കെതിരാണ്. പക്ഷെ കണ്ണും മൂക്കും പോയവന് പിന്നെ അതിന് ഓൻ്റെ സാഹചര്യം അങ്ങനെ നമ്മൾ പറയാം. കാക്കക്കൂട്ട് കല്ലിട്ടിട്ട് കാക്കാളെ നാട്ടിലുള്ളവരെ മുഴുവൻ തലയിൽ കൊത്താണെങ്കിൽ എന്താ പറയാ? എന്തിനെ വെറുതെ കല്ലിടാൻ പോയി എന്നല്ലേ പറയാ? മറ്റൊരു സാധനം ഉണ്ടല്ലോ, കുത്തുന്ന സാധനം എന്തായാലും പറയാ? കടന്നക്കൂട്ട്. കടന്നല കൂട്ടിലേക്ക് ഒരാൾ കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ദുന്യാവ് പറക്കാൻ കഴിയൂല. ഇതാണ് ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അത് ഒരു പഠന റിപ്പോർട്ടാണ് പറഞ്ഞത്, വെറുതെ പറഞ്ഞല്ല. ഒരു കൃത്യമാണ് സംഗതി. ഇറാൻ അതൊരു പഠനം. അത് എന്തൊരു കറാമത്വം അല്ല, ഒരു പഠനം. ഒരു കറാമത്തല്ലല്ലോ.
അത് പഠനമാണ്. ആ വിഷയം ആഴത്തിൽ പഠിക്കുമ്പോൾ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലില്ല. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ശരിക്കും മനസ്സിലായി, അത് കൃത്യമാണ്. മറ്റെവിടെ ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ രാജ്യത്തിന് അടി വന്നാൽ പാകിസ്ഥാനികൾക്ക് അടി കിട്ടിയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് മൊത്തം പ്രശ്നം ഉണ്ടാവും. മൊത്തം പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എത്തൂല, അങ്ങോട്ട് എത്തൂല. പിന്നെ ഇന്ത്യയിലേക്ക് വ്യാപാര സാധനങ്ങൾ അയച്ചിട്ട് പാകിസ്ഥാൻ നമ്മളെ കപ്പലുകളൊക്കെ മുക്കുകയാണെങ്കിൽ ആ സാധനമായി വ്യാപാരം കുറച്ച് കുറയും എന്നതിനപ്പുറം ജനജീവിതത്തിനൊന്നും പറ്റൂല. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായാൽ ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് ജനജീവിതം ദുസ്സഹമാവൂല. ഇന്ത്യക്കാരായ നമ്മൾക്ക് നമ്മളെ രാജ്യത്തിന് ഡാമേജ് വന്നാൽ പ്രശ്നമാവും, പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാന് ഡാമേജ് വന്നാലും പ്രശ്നം. അത്രേ ഉള്ളൂ, മനസ്സിലായി? അതിൻ്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല. ഇറാൻ അങ്ങനെയല്ല. ഇറാനുണ്ട് നമ്മൾ കഞ്ഞുപിടിച്ചു പോണത്. കാരണം തന്ത്രപ്രധാനമായ ഏരിയയാണത്. അപ്പൊ ചെയ്തത് തെറ്റല്ലേ? മനുഷ്യന്മാർ വെള്ളം കുടിക്കുന്ന എന്താ പറയാ, വാട്ടർ ഡെസലിനേഷൻ പ്ലാന്റ് ഒക്കെ നശിപ്പിക്കുക, അതിലേക്ക് പിന്നെ മിസൈൽ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റന്നെയാണ്. പക്ഷെ അതിനേക്കാൾ തെറ്റല്ലേ അങ്ങോട്ട് ചെയ്ത്? എന്ത് അവരെ വാപ്പാനെ കൊന്നു, പിന്നെ ഒരു കന്തുണ്ടാവില്ലല്ലോ. നമ്മൾ കടന്ന കൂട്ടിൽ കല്ലിട്ടിട്ടല്ലേ. അപ്പൊ ഇത് തമാശല്ലേ, ഇത് ഭയങ്കര. ബഹ്റൈൻ രാജ്യത്തിന്റെ ശുദ്ധജല വിതരണത്തിന്റെ 75% നൽകുന്ന ജല ഡിസലിനേഷൻ പ്ലാന്റിന് ഡ്രോൺ ആക്രമണം മൂലം സാരമായ കേടുപാടുകൾ സംഭവിച്ചു ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാനിയൻ ഡ്രോൺ ആ കേന്ദ്രത്തിൽ ഇടിച്ചു കയറിയതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും മന്ത്രി അവകാശപ്പെട്ടു. ഇറാനിലെ ഖേഷം ദ്വീപിലെ ഒരു ഡിസലൈനേഷൻ പ്ലാന്റിൽ ബഹ്റൈനിൽ നിന്ന് മിസൈൽ ഉപയോഗിച്ചുള്ള US ആക്രമണത്തെ തുടർന്നാണ് ഈ ആക്രമണം. അതായത് ബഹ്റൈനിൽ നിന്ന് US ആർക്കെതിരെ ആക്രമണം നടത്തി? ഇറാനെതിരെ. അപ്പൊ തിരിച്ച് ഇറാന് അവരെ ആക്രമിക്കും. അപ്പൊ ചെയ്തത് തെറ്റ്. ഈ യുദ്ധത്തിന് വന്നാൽ യുദ്ധത്തിൻ്റെ ആരാ അത് പറഞ്ഞത്? നോം ചോംസ്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. യുദ്ധം വന്നാൽ ആദ്യം മരിക്കുന്നത് സത്യമാണ്. നോം ചോംസ്കി എന്നാണ് എനിക്ക് തോന്നുന്നു. ഏതായാലും പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ വാക്കാണ്. യുദ്ധം വന്നാൽ ആദ്യം മരിക്കുന്നത് സത്യമായിരിക്കും. യുദ്ധം വന്നാൽ ആദ്യം സത്യം മരിക്കും. പിന്നെ സത്യം നീതിയും ധർമ്മമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. പണ്ടത്തെ കാലത്ത് യുദ്ധ നിയമങ്ങളുണ്ട്, ഇന്ന് ആ യുദ്ധ നിയമങ്ങൾ പാലിക്കണില്ല. കാരണം ഇത് പണ്ട് ഒരാളെ നോക്കിയിട്ടാണ് വെട്ടുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് കൊണ്ടേണ്ടിടുകയാണ്. അത് സ്കൂൾ കുട്ടികളെ കെട്ടിടത്തിലേക്ക് അത് വന്നാൽ അവിടെ 160 ചെല്ലാനും സ്കൂൾ കുട്ടികളെ മരിച്ചു, സാധുക്കളായ പിഞ്ചോമനകൾ. അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയൂല. ചിന്തിക്കണം. പിന്നെ ഇനി ഈ ആഗോള പ്രതിസന്ധി ഇതിലെങ്ങനെ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഊർജ്ജ മേഖല, എനർജി സെക്ടർ എങ്ങനെ വരും? ഗൾഫ് രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉറവിടം. എണ്ണ ബാരലിന് നിലവിൽ തന്നെ 10,450 രൂപയായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും ഉയരും. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടത് വിതരണത്തിൽ പ്രതിദിനം 20 ദശലക്ഷം ബാരലിൻ്റെ കുറവുണ്ടായി. 20 ദശലക്ഷം 150 ലിറ്ററാണ് ഒരു ബാരൽ. ഇൻറ്റു 20 ദശലക്ഷം. 20 ദശലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര? 2 കോടി. 2 കോടി ബാരലാണ് അതുവഴി പോവുക ഒരു ദിവസം. പ്രതിദിനം 2 കോടി ബാരൽ ഹോർമുസ് കടലിലൂടെ വരും. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ എത്ര? 159, 57, 58, 59. അപ്പോൾ 159 ഇൻറ്റു 2 കോടി. ഡെയിലി പ്രതിദിനം 2, അതായത് മനസ്സിലായില്ലേ പറഞ്ഞു? 20 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 2 കോടി. 1 ദശലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ലക്ഷം. അപ്പൊ 20 ദശലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര? 200. മനസ്സിലായില്ലേ? അപ്പം 2 കോടി.
2 കോടി ബാരൽ. അപ്പൊ ഈ 2 കോടി എന്നെ ഗുണിക്കണം. എന്തിൽ ഗുണിക്കണം? 150 ഗുണിക്കണം. അപ്പൊ എത്ര ഉണ്ടാവും? നീ ഗുണിച്ചിരുന്നോളി. അത് കഴിഞ്ഞ് ഗുണിച്ചാൽ മതി. അവർക്ക് ചിന്തിക്ക് എത്രയാണത്. അപ്പൊ ഇത് തന്നെ, ഇത് പ്രതിദിനം ഇത് വരുന്നു. പ്രതിദിനാണ് ഈ ബാരലിലൂടെ 20 ദശലക്ഷം ബാരൽ പ്രതിദിനം കടന്നു പോകും. ഖത്തറിൽ നിന്നുള്ള കയറ്റുമതി നിലച്ചത് യൂറോപ്പിലും ഏഷ്യയിലും പാചകവാതന വൈദ്യുതിക്ക് വൻ വിലക്കയറ്റുണ്ടായി. വിനോദസഞ്ചാരം രാജ്യങ്ങൾക്ക് തകർന്നു. കാരണം ഈ തന്ത്രപ്രധാനമായ ഏരിയ വിട്ടിടന്നാണ് എല്ലാം. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളെല്ലാം 2500-ലധികം സർവീസുകൾ അവർ റദ്ദാക്കി. അതിനുകൊണ്ടുണ്ടായ നഷ്ടത്തിന്, ആ രാജ്യങ്ങൾക്ക് നഷ്ടം പറഞ്ഞാൽ തീരൂല്ല. 83,000 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത് പ്രതിദിനം. ഇപ്പൊ യാത്ര, ഇന്നിപ്പോൾ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ചുറ്റിമരുന്ന് യാത്ര ചെയ്യണം. അപ്പോൾ യാത്രയുടെ ചെലവ് 50% മുതൽ 80% വരെ യാത്രാ ചെലവ് വീണ്ടും ഉയരും. ഇതൊക്കെ അയാട്ട ഓപ്പറേഷണൽ അപ്ഡേറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. കപ്പൽ വ്യാപാരം, ഗതാഗതം, ഇതിനൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. കപ്പലിന് പ്രശ്നം എന്താണ്? കപ്പലിന്റെ കപ്പൽ പോവുകയാണെങ്കിൽ കപ്പലിന് ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് കമ്പനികൾ കൂട്ടിക്കാന്തം. എന്തുകൊണ്ട്? ആ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കണം. അതിനിപ്പോൾ സുരക്ഷിതത്വം ഇല്ല. സുരക്ഷിതത്വം ഇല്ലാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയോ? അവർ പ്രീമിയം കൂടും. 400% കമ്പനികൾ കൂട്ടിയിട്ടുള്ളത്. കപ്പൽ പോകാൻ പാടില്ല. പോവുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? 400% ഇരട്ടി കൊടുക്കണം. എന്തിന്? ഇൻഷുറൻസ് തുക. കാരണം കപ്പലിന് എന്ത് സംഭവിക്കുന്ന ഏകദേശം ഉറപ്പാണ്. കമ്പനി എന്ത് ചെയ്യണം? മനസ്സിലാണ്ട് പറഞ്ഞത്, ഒരു വണ്ടി പുറത്തിറങ്ങണമെങ്കിൽ ഇൻഷുർ വേണ്ടേ? കപ്പൽ ഇറങ്ങണമെങ്കിലും കടലിലേക്ക് ഇറങ്ങുന്ന കപ്പലിന് എന്ത് വേണം? ഇൻഷുർ വേണം. എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനി കൊടുക്കണം. കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല, കാരണം സുരക്ഷിതത്വമില്ല. ഇതന്നെ പ്രശ്നം. അപ്പൊ ഇനി ഇത് നമ്മൾ പറയണ്ട. വളം കയറ്റുമതി നിലച്ചു ലോകത്ത്. ഈ വളം കയറ്റുമതിയിൽ വലിയൊരു ഭാഗം ഇന്ന് ഗൾഫിൽ നിന്നാണ് വരുന്നത്. കാരണം അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ അവിടെ വെച്ചിട്ട് അവിടുന്ന് മിക്സ് ചെയ്താണ് കയറ്റിവിടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? 30% എങ്കിലും ഈ വർഷം തന്നെ 30%-ലേറെ എന്ത് കുറയും? ഉൽപാദനം കുറയും. മനസ്സിലായി? വളം കയറ്റുമതി നിലച്ചാൽ ഈ കൊല്ലം തന്നെ, ഇപ്പം നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിൽ വളം ഉണ്ട്, എന്നാൽ തന്നെയും 30% എന്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാവും? 30% നിലക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോർമുസ് കടലിടുക്കി പിടിച്ചിറക്കണം. മനസ്സിലായി? തമാശ. വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള 50% ഗ്യാസും പെട്രോളിയവും വരുന്നത് ഹോർമുസ് കടലിലൂടെയാണ്. മനസ്സിലായി? നിലവിൽ തന്നെ നമുക്ക് വലിയ പൈസയാണ് നമ്മൾ എണ്ണക്ക് കൊടുക്കുന്നത്. അതിൽ തന്നെ 50% എണ്ണയും ഗ്യാസും ഇന്ത്യക്കാർക്ക് വരുന്നത് ഏത് വഴിയാണ്? ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. അപ്പൊ അത് വരാതിരുന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള പെട്രോൾ ഇല്ല. ഇനിയുള്ള പെട്രോളിനെ ഇപ്പോൾ തന്നെ ചില രാജ്യങ്ങൾ ഇതേ ഏരിയയിൽ നിന്ന് എണ്ണ കൊണ്ടുവന്നിട്ട് 40 റുപ്യ 45 റുപ്യക്ക് 1 ലിറ്റർ എണ്ണ കൊടുക്കുമ്പോൾ നമുക്കൊരു ലിറ്ററിന് എത്രയാണ്? 100 ചില്ലാൻ റുപ്യ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ തന്നെ പെട്രോളിന്റെ കാര്യത്തിൽ നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ഇനി ഈ ക്ഷാമം കൂടി വന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ വരുമ്പോൾ എന്ത് കൂടും? കയറ്റുമതി ഇവിടെ വില കൂടും. അങ്ങനെ വരുമ്പോൾ എന്തിനും കൂടും. പെട്രോളിന് വില കൂടിയാൽ എന്തിനാ വില കൂടുക? എന്തിനെന്നാണ്ട? എന്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ എന്തിനും വില കൂടും. അപ്പൊ അതൊക്കെ ഇതിന് കാരണമാകും തന്നെ. അപ്പൊ ചുരുക്കത്തിൽ ഞാനത് നീട്ടി പറഞ്ഞു.